വെൽക്കം ബാക്ക് ടു ജാലം ലേണിംഗ്. നിയാമസ് ആണ്. സോ യെസ്, നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ ക്രിസ്മസ് എക്സാമിനേക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ദേ ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആൻസേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോപ്പിക്കുകളാണ്. എന്തൊക്കെ നിങ്ങൾ ഓരോ ചാപ്റ്ററിന് പഠിക്കണം, എത്ര നേരം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻസേഴ്സും ഓരോ സ്പെസിഫിക് ടോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളും എസ്സേ ക്വസ്റ്റ്യൻസും MCQയും ഒക്കെ നിങ്ങൾക്ക് വരും വഴിയിലൊക്കെ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലേക്ക് ഉള്ള കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കുക, ലൈവ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം. ഓക്കെ, യെസ്. സോ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ചാപ്റ്റർ, വെരി ഈസി ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചാപ്റ്റർ ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള 3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്, എന്തൊക്കെയാണ് ഒരു എക്കണോമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമിയും മാർക്കറ്റ് എക്കോണമിയും തമ്മിലുള്ള ഡിഫറൻസുകളും അതിന്റെ ഫീച്ചേഴ്സ് ആണ് മെയിൻലി ചോദിക്കുക. അതിന്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് മാർക്കറ്റ് എക്കോണമി, എന്താണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക, പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മക്കളെ, ഇത് എപ്പോഴും ചോദിച്ചു കണ്ടുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെ ചോദിക്കുക അറിയോ? കുറെ വേരിയബിൾസ് തരും. ഇത് എന്ത് ചെയ്യാൻ പറയും? ഡിവൈഡ് ചെയ്തിട്ട് മൈക്രോയും മാക്രോയും ആക്കാൻ വേണ്ടിയിട്ടും ചോദിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഇതിന്റെ ഡിഫറൻസ് സ്റ്റേറ്റ് ചെയ്യാൻ, സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് ചോദിക്കും. സോ എന്താണ് മൈക്രോ, എന്താണ് മൈക്രോ? മൈക്രോ എന്താണ്? ചെറിയ ഒരു പാർട്ടിനെ പറ്റി, എക്കോണമിയിലെ വളരെ ചെറിയ ഒരു പാർട്ടിനെ പറ്റി പഠിക്കുന്ന ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ്. സോ മാക്രോ എന്താണ്? എക്കോണമിയിലെ വലിയ വലിയ കൺസെപ്റ്റുകൾ, അഗ്രിഗേറ്റ്സ്, അല്ലെ, ടോട്ടൽ എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻകത്തെ പറ്റി, അങ്ങനെ ഗവൺമെന്റിനെ പറ്റി, RBI പറ്റി ഒക്കെ പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. സോ അതിന്റെ ഡിഫറൻസ് മക്കൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ? എന്റെ മക്കൾ ഇപ്പൊ എന്ത് ചെയ്തു? മൈക്രോ കഴിഞ്ഞു, മാക്രോന്റെ ഇൻഡിറ്റർമിനേഷൻ വരെയായി, ആ ചാപ്റ്റർ വരെ ക്രിസ്മസ് എക്സാമിലേക്ക് പഠിച്ചു കഴിഞ്ഞു. സോ ഇനി നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അടുത്ത ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. വലിയൊരു ചാപ്റ്റർ ആണ്, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. 8 മാർക്കിനുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ചാപ്റ്ററിൽ. സോ ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് എന്താണെന്നൊക്കെ നമുക്കറിയാം. അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ച് കാണലുണ്ട്. അതേപോലെ തന്നെ ബഡ്ജറ്റ് ലൈൻ ചോദിക്കാറുണ്ട്. എന്താണ് മക്കളെ ബഡ്ജറ്റ് ലൈന്? ബഡ്ജറ്റ് ലൈന്, അതിന്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം എപ്പോഴാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ ആകുന്നത്, അതും നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതേപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പലതരത്തിലുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? ആ പ്രോബ്ലം ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. കൃത്യമായിട്ട് എന്തൊക്കെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഏതൊക്കെയാണത്, കൃത്യമായിട്ട് തിരിഞ്ഞു പോകും എല്ലാവർക്കും. അത് ഒബ്വിയസ്ലി തിരിഞ്ഞു പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷേ അതിനൊരു കോഡൊക്കെ വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. എക്സാമിന് വേണ്ടി നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോർഷൻസ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ പ്രൊഡക്ഷൻ കോസ്റ്റ്. വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? TP AP MP ഗ്രാഫുകള്, അതേപോലെ തന്നെ TP MP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. AP MP ഫോർമുല ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, TP കർവ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലോ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെ? TPയും MPയും APയും 3 സ്റ്റേജിലൂടെ കടന്നു പോകും. അതിന്റെ ഗ്രാഫുകള് അല്ലെ? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ്, യൂട്ടിലിറ്റി അല്ല പ്രൊഡക്റ്റ്, എല്ലാവർക്കും തിരിഞ്ഞു യൂട്ടിലിറ്റി എന്നൊക്കെ പറയും. പക്ഷേ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് അത് തന്നെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, സെയിം തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി റിട്ടേൺസ് ടു സ്കെയില്, ഇതെന്താണ്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് അല്ലെ? അതിന്റെ 3 സ്റ്റേജസ് എന്താണ്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയില്, പിന്നെന്താണ്? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയില്, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈ 3 സ്റ്റേജസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് ചോദിക്കാറുണ്ട്. സോ കൃത്യമായിട്ട് അത് അറിഞ്ഞു വെക്കുക, സ്റ്റേജസ് പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോസ്റ്റിലേക്ക് വരികയാണ്. കോസ്റ്റിന്റെ കാര്യത്തിൽ കോസ്റ്റ് എന്താണ്? കോസ്റ്റ് ഫംഗ്ഷൻ, അതേപോലെ തന്നെ കോസ്റ്റിലെ കർവുകൾ, TC TVC TFCയുടെ കർവ്, അതേപോലെ തന്നെ SAC SMC AVC AFC
അതിന്റെയൊക്കെ കർവ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ റിലേഷൻഷിപ്പും പഠിച്ചു വെക്കുക. റിലേഷൻഷിപ്പ് എന്താ? SACയും SMCയും നമ്മൾ റിലേഷൻഷിപ്പ് പഠിച്ചില്ലേ? ABCയും SACയും SAC SMCയും ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ എളുപ്പമായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു ABCയും SMCയുടെ റേസിലാണ്, ആദ്യമേ ഓടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കോഡോടെ പഠിച്ചിട്ടുണ്ട്. സോ ആ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കും വിത്ത് ഗ്രാഫ്. ഓക്കെ, ഇനി TC കണ്ടുപിടിക്കാൻ, TVC കണ്ടുപിടിക്കാൻ, TFC കണ്ടുപിടിക്കാൻ, AC തന്നെയാണ് SAC, SMC തന്നെയാണ് MC, ABC കണ്ടുപിടിക്കാൻ, AFC കണ്ടുപിടിക്കാൻ. ഇത് വലിയൊരു കോളത്തില് നമുക്ക് TFC മാത്രം തരും, അല്ലെങ്കിൽ വേറെ ചില കൺസെപ്റ്റുകൾ നമുക്ക് വാല്യൂ തരും, എന്നിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഇക്വേഷൻ, അതുകൊണ്ട് ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഇക്വേഷൻ എവിടൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത്. സോ യെസ്, ഇതാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, എന്നാൽ ഇത്രയും കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. 4th ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ്, തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ചാപ്റ്ററും വലുത് തന്നെയാണ്. എന്തൊക്കെയാ പഠിക്കാനുള്ളത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കണ്ടീഷൻസ്, കൃത്യമായിട്ട് കണ്ടീഷൻസ് വിത്ത് ഗ്രാഫ്, TR AR MR കണ്ടുപിടിക്കാൻ ചോദിക്കും. നമുക്കറിയാം ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ P is equal to AR is equal to MR. സോ നമ്മൾ TRന് മാത്രം കുറച്ച് സ്പെസിഫിക്കലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. ഇനി സപ്ലൈ കർവിന്റെ ഡിറ്റർമിനൻസ്, നമ്മൾ ഇപ്പുറത്തെ ഡിമാൻഡ് കർവിന്റെ ഡിറ്റർമിനൻസ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ പഠിച്ചു അല്ലെ? ഈ ചാപ്റ്ററിൽ സപ്ലൈ കർവ് ആണ് നോക്കുന്നത്. സോ സപ്ലൈ കർവിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ് അല്ലെ? നമ്മൾ പഠിച്ചു ടെക്നോളജി, യൂണിറ്റ് ടാക്സ്, പ്രൈസ് ഓഫ് ഇൻപുട്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് എങ്ങനെയാണ് സപ്ലൈനെ അഫക്ട് ചെയ്യുന്നത്? സപ്ലൈ കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? മേലോട്ടാണോ? യൂണിറ്റ് ടാക്സ് കൂടിയ സപ്ലൈ കർവ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്? യൂണിറ്റ് ടാക്സ് കുറഞ്ഞാൽ സപ്ലൈ കർവ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്? സോ ആ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ യെസ്, നെക്സ്റ്റ് ഉള്ളത് നമുക്ക് ഡിമാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി പോലെ തന്നെ സപ്ലൈയുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പഠിക്കാനുള്ളത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. ലാസ്റ്റ് ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയം വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ ചോദിക്കും. വിത്ത് ഇക്വേഷൻ, യൂസിങ് ഇക്വേഷൻ നിങ്ങൾക്ക് ചോദിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അടുത്തതാണ് ഡിമാൻഡിലും സപ്ലൈയിലുള്ള ഷിഫ്റ്റുകൾ. ഓക്കെ, അതായത് ഒരു ഡിമാൻഡിൽ മേലേക്ക് ഷിഫ്റ്റ് സംഭവിക്കും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്കും പ്രൈസിനും എന്ത് സംഭവിക്കുന്നു? ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സപ്ലൈ അതുപോലെ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ഇക്വിലിബ്രിയം പ്രൈസിനും ക്വാണ്ടിറ്റിക്കും എന്ത് സംഭവിക്കുന്നു? ഈ കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ്ലി ലാസ്റ്റ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും എന്താണെന്ന് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് ഗ്രാഫ് 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ പ്രൈസ് സീലിംഗ് എന്താണ്, പ്രൈസ് ഫ്ലോർ എന്താണ്, വിത്ത് ഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. മക്കളെ, ഇത്രയും കാര്യങ്ങൾ മൈക്രോ എക്കണോമിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിലേക്ക് വേണ്ടുന്ന ഇക്വേഷൻസും കർവിന്റെയും ഗ്രാഫിന്റെയും അതേപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എങ്ങനെയൊക്കെയാണ്, അതിന് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചു. അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സോ ക്രിസ്മസ് എക്സാമിലേക്ക് എഴുതുന്ന, ക്രിസ്മസ് എക്സാം എഴുതുന്ന എന്റെ എല്ലാ മക്കൾക്കും ഒരു വെരി 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 ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എഴുതുക. മൈക്രോ മാത്രം പോരാ, മാക്രോയും പഠിക്കണം. അപ്പൊ മാക്രോയുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മുടെ അഖിൽ മിസ് വരും. സോ യെസ്, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്.